എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇനി ഞാൻ മരിച്ചു വീഴണം, മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ വിടുന്ന ബിസ്മിയിൽ ഇറങ്ങാൻ പോവുക. ഈ ഇറക്കം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് കയറുന്നവരെ വോട്ടിംഗ് 19-ാം തീയതി വൈകുന്നേരം 5 മണി വരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ ഗോതയിൽ ഞാൻ ഉണ്ടാകും. അത്രയേ ഉള്ളൂ. അമീത് മാഷ് പറയുന്നതും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും ഒക്കെ ഒന്നാണ്. എന്താണ് ഈ പിണറായി അവസാനിക്കണം? രാഹുലിനെ കുറിച്ച് ഇപ്പോൾ ഇന്നലെ വേറൊരുത്തൻ പറയുന്നത് കേട്ടു. അല്ല, ആരെനിക്കറിയില്ല, പറഞ്ഞത് കേട്ടു. പറഞ്ഞത് ശരിയാണെങ്കിൽ അൻവർ വിളിച്ചു വരുത്തിയതാണെന്ന്. ഞാൻ വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹം ഒളിച്ചു വന്നതുമല്ല. അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ സൗഹൃദം, അദ്ദേഹവുമായി എനിക്ക് സൗഹൃദമുണ്ട്, എനിക്കൊന്ന് നിങ്ങളെ കാണുന്നതാണ്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. ഈ കൊലായി മുഴുവൻ ഇതേപോലെ ആളുകൾ നിൽക്കുന്ന പച്ച വെളിച്ചത്തിൽ അദ്ദേഹം വന്നത്. അദ്ദേഹം തലയിൽ കൊണ്ടിട്ടൊന്നുമല്ല. വയനാട്ടിലെ നമ്മുടെ സഹോദരിയെ പുലി പിടിച്ച് ആളുകൾ തെരയുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ പോരാട്ടമാണ്. എന്റെ വിയർപ്പിന്റെ മണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും ഈ ചുമടെടുക്കുന്നവന്റെയും ഈ ഭാരം ഭരിക്കുന്നവന്റെയും ഈ കർഷകന്റെയും ഒക്കെ മണമാണ്. ആ മണം ഇന്ന് അവർക്ക് സഹിക്കില്ല. പിണറായിയുടെ പക്ഷം നിൽക്കുന്ന, പിണറായിസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഉന്നതരായ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും വിയർപ്പിന്റെ മണം അദാനിയുടെ മണമാണ്. അത് സുഗന്ധമാണ്. ആ സുഗന്ധം പരത്താൻ അദാനിയിൽ നിന്നും പണം വാങ്ങി ഈ പറയുന്ന മരിമോനിസവുമായി നാട്ടിലേക്ക് ഇറങ്ങിയവർ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് എന്നെ ഇല്ലാണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താല്പര്യത്തിന് വഴങ്ങിയോ TV അൻവറിനെ വഴിയാധാരാക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവാണ് ഇവിടെ.